ഈ തുളസിക്കതിർ നുള്ളിയെടുത്തു എന്നുള്ള പാട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു വേറൊരു പെൺകുട്ടി പാടിയിട്ടാണ് അത് ആദ്യം ഒരു അല്ലേ? അതാണ് ഞാൻ കേൾക്കുന്ന ആദ്യത്തെ വേർഷൻ. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതേ ഒരു പെൺകുട്ടി ഗുരുവായൂർ തന്നെ വെച്ചിട്ടാ പാടുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അത് കേട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് കേട്ടത്. പിന്നീട് ഞാൻ കേൾക്കുന്ന ശ്വേത പാടിയ ഒരു വേർഷൻ, പാടി അഭിനയിച്ച വേർഷൻ. അതെനിക്ക് തോന്നുന്നു യൂട്യൂബില് 30 മില്യൺസ് 25 മില്യൺ അങ്ങനെ എന്തോ ആ ലെവലിൽ എത്തി. ആ പാട്ട് എത്രത്തോളം ക്ലോസ് ആണ് അത്? അതിന് സർഗം ഓഡിയോസിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള നന്ദിയുണ്ട്. കാരണം മൻസ്റ്റാർ സിംഗിലുള്ള സമയത്ത് ഒരു ഡിവോഷണൽ സോങ് പാടിയതിന്റെ ഓർമ്മയിലാണ് അവരെന്നെ വിളിക്കുന്നത്. ശ്വേത ഈ പാട്ട് ലീല മാധവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് അതിൽ ശ്വേത പാടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം തുളസിക്കതിർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് മെയിൽ അയച്ചതാ, കോണ്ടാക്ട് നമ്പർ ഇല്ലാഞ്ഞിട്ട്. അപ്പൊ നമ്മള് കോണ്ടാക്ട് നമ്പർ എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, തുളസിക്കതിരാണെന്ന് പറയുന്നു. പിന്നെ ഇതിന്റെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നോർമലി പോയിട്ട് പാട്ട് റെക്കോർഡ് ചെയ്തു. വീഡിയോസ് ചോറ്റാനിക്കര അങ്ങോട്ടുള്ള ഒരു തറവാടുണ്ട്, അവിടെ പോയിട്ടാണ് എടുത്തത്, ഷൂട്ട് ചെയ്തത്. ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ്? അതെ, ഒഫീഷ്യലി അഭിനയിക്കുന്നത്. പക്ഷെ അഭിനയം ഇഷ്ടാണ് പറയുന്നേ? അല്ല, ഇഷ്ടമാണ് ചെറുതായിട്ട്? ഇല്ല, എനിക്ക് ഇഷ്ടമല്ല, അഭിനയിക്കാൻ താല്പര്യക്കുറവുണ്ട്. ഓക്കെ, പാട്ടാണ്, നമുക്ക് പാട്ടാണ് ഇഷ്ടം. ഇവര് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു. പക്ഷെ പാട്ട് പാടിയാ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാന് പോയിട്ട് ചെയ്തു. ഒന്ന് പാടുവോ തുളസിക്കതിർ? തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. എത്ര കുട്ടികൾ ഈ പാട്ട് കേട്ട് ഉറങ്ങുന്നറിയോ? കുറേ പേര് വന്ന് പറയാറുണ്ട്, എന്റെ മോൾ ഈ പാട്ട് കേട്ടിട്ട് ഉറങ്ങലുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോയിട്ട് നല്ല ആദ്യമായിട്ട് യുവർ ഫസ്റ്റ് ഡുവറ്റ് ഏത് പാട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കോമ്പറ്റീഷനിലോ എന്തോ ആവും. ഫസ്റ്റ് ഡുവറ്റ് മൻസ്റ്റാർ സിംഗറിലുള്ളപ്പോ, അല്ല ഗന്ധർവ സംഗീതത്തിലുള്ളപ്പോ. ആരാ കൂടെ പാടിയ ആളെ ഓർമ്മയുണ്ട്? ഒരു വിനായക് എന്ന് പറഞ്ഞൊരു കുട്ടി. പാട്ട് കുറുക്ക് സിരത്തവളെ എന്നെ കുങ്കുമത്തെ കരച്ചവളെ നെഞ്ചിൽ മഞ്ച തേച്ചു കുളിക്കയിൽ എന്നെ കൊഞ്ചും പൂസിത്തായേ. ആ പാട്ട്. ആദ്യമായിട്ട് കിട്ടിയൊരു ഗിഫ്റ്റ് എന്താണെന്നുള്ള ഓർമ്മയുണ്ടോ? ഗിഫ്റ്റാ? അതായത് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് വിന്നറായി ഏത് ക്ലാസ്സിൽ, എന്താണ് മെമ്മറി? UP സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് കുറെ വിഷയങ്ങളിൽ ഒന്നിച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഇങ്ങനത്തെ ട്രോഫി ഇല്ലേ, ഏറ്റവും ആദ്യമായിട്ട് ഒരു വലിയ ട്രോഫി. അല്ലാണ്ട് ഇത് ഇത്തിരിയുള്ള ട്രോഫീസ് ആയിരുന്നു കിട്ടി. ഒരു വലുത് ട്രോഫി ഇപ്പൊ കയ്യിലുണ്ടോ? അത് വീട്ടിലുണ്ട്. ഈ ഐറ്റംസിനൊക്കെ കൊറേ ട്രോഫി ഉണ്ടാവും. അപ്പൊ ഒരു വലിയൊരു സഞ്ചിയിൽ വെച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുപോകും. അത് നിറയെ ട്രോഫി ഉണ്ടാവും. അതൊക്കെ എടുത്ത് വീട്ടില് ഇങ്ങനെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്.